How did you train yourself to handle rejection? ഇത് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തൊരു പ്രോബ്ലം ആയിരുന്നു. ലൈക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഫ്രീലാൻസ് എടുക്കണം ഭയങ്കരമായിട്ട് ക്രേസ് ഉണ്ടായിരുന്നു. ബട്ട് അന്ന് നന്നായിട്ട് റിജക്ഷൻസ് കിട്ടി. പക്ഷെ ആ റിജക്ഷൻസ് ആക്ച്വലി അന്ന് എനിക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലായിരുന്നു. പക്ഷേ ഒരു പോയിന്റ് എത്തിയ സമയത്ത് ആക്ച്വലി ഞാനൊരു മെൻറ്ററായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിജക്ഷൻസ് ത്രൂ എനിക്ക് ലേണിങ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അതായത് ഓരോ റിജക്ഷനും എനിക്ക് ആ റിജക്ഷനിൽ ഇന്നൊരു റീസൺ, അവിടെ ഇന്നൊരു ഇംപ്രവൈസേഷൻ വരുത്താൻ എനിക്ക് ആ ക്ലയൻറ്റിനെ ഒന്നുപാടി കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇംപ്രവൈസേഷൻ വരുത്തി ഞാൻ ആക്ച്വലി ക്ലയൻസിനെ ക്ലോസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം എനിക്ക് അതിൻ്റെ കണക്ട് ചെയ്തിട്ട് എൻ്റെ ഏജൻസി എക്സ്പീരിയൻസിലൊരു സംഭവം എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഞാൻ BD ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് ഒരു 30+ ആളുകൾക്ക് ഔട്ട് ബൗണ്ട് ആയിട്ട് ഞാൻ മെസ്സേജ് ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ പോലത്തെ പ്ലാറ്റ്ഫോം മെസ്സേജ് വഴി അപ്രോച്ച് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് 3 ആളുകളായിരുന്നു റെസ്പോണ്ട് ചെയ്തത്. പക്ഷെ ഓരോ ടൈം മെസ്സേജ് ചെയ്യുമ്പോഴും എനിക്ക് ഓരോ ലേണിംഗ് കിട്ടി. ആ ലേണിംഗ് നിന്ന് ഇംപ്രവൈസ് ചെയ്ത് ആക്ച്വലി എനിക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ തന്നെ ഒരു ഹൈ ടിക്കറ്റ് ക്ലയൻറ്റിനെ എനിക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ റിജക്ഷൻസ് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ലേണിംഗ് കിട്ടും ഇംപ്രവൈസ് ചെയ്യാൻ. സോ റിജക്ഷൻസ് വരുമ്പോൾ എന്താക്കുക, ആ ലേണിംഗ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇംപ്രവൈസ് ചെയ്യുക. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ എന്തായാലും നിങ്ങളെ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ സെയിൽസിലേക്ക് നിങ്ങൾ എത്തും.